നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ കാളീയമർദ്ദനം പാരായണം ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കാളുന്തിയായ സൂര്യാത്മജ തന്നിൽ അക്കാളിയൻ ജ്ഞാതികളോടുകൂടി സദാകാലം വസിച്ച് ഉളനായതുകൊണ്ട് അതിക്കാളകൂടമയമായ നദീജലം പാരം നുരഞ്ഞു തിളച്ചു പുകഞ്ഞെഴും വാരി അതിങ്കലേറ്റേശുന്ന കാറ്റിനാൽ തീരെയടുത്തു ചുഴന്ന തൃണങ്ങളും ഓരോ വിധം ലതാദ്യങ്ങളും ഒക്കവേ താരും തളിരും ഫലങ്ങളും വീണ് അഹോ വേരോടുകൂടി ഉണങ്ങി വരണ്ടുള്ള ഘോരവനാന്തരേമേവും മൃഗങ്ങൾ എപ്പേരും വിഷവേഗമൂലം നശിച്ചുപോയി. മീതേ പറക്കുന്ന പക്ഷികളും വിഷവാദവശേന കീലാല സമുദയേ ജീവൻ പിരിഞ്ഞു വീണിടും. ജലാശയെ മേവുന്നവയോ പറയേണ്ടതില്ലല്ലോ. വേറെ പറയുന്നത് എന്തിന് ഓരോന്നു ഞാൻ. നീരതിൽ നിന്നെഴും മാരുത സംഗതി ചേരും ചരാചരാദ്യങ്ങൾ അശേഷമങ്ങ് ആരാൾ നശിച്ചുകൂടി ദിവസം പ്രതി. കേവലമേവം പല നാൾ കഴിഞ്ഞങ്ങു ദേവകീ നന്ദനായ ജഗന്മയൻ ഗോവൃന്ദപാലനം ചെയ്ത് അവിടേക്കു ചെന്ന് ഏവം ആപത്തുകൾ തീർത്തിരിക്കും വിധൗ ഭോഗിശയനൻ അവിടെ നിന്നപ്പോഴേ വേഗേന കാളിയനാമിവൻ തന്നെ ഞാൻ ദൂരക്കളവൻ എന്നധ്യാവസിച്ചുകൊണ്ട് ആരൂഢമോദാൽ തളിർത്തു കുളിർത്തൊരു നീലക്കടമ്പു നിൽക്കുന്നതു കണ്ട് അതിന്മേലാശു പാഞ്ഞുകരയേറി മെല്ലവേ കാളിയൻ താൻ ശയിക്കുന്നവിടം കണ്ട് കാളുന്തി തന്നിൽ മടിയാതെ ചാടിനാൻ. ചോദിച്ചിതു ശുകനോട് അതു കേട്ടപോദാദരപൂർവകം ആശു മഹീപതി. കാളകൂടമയവേകാലടുത്തുള്ള കാനന സമൃദ്ധം ഒക്കെ നശിച്ചുപോയി കേവലം എന്നല്ലോ മുന്നമരുൾ ചെയ്തത്. ഈ വണ്ണം എന്ത് കടമ്പു നിന്നിടുവാൻ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ തേ